ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ഇതുൾപ്പെടെ 5 ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ബോളിവുഡിൽ നിന്നുള്ള ചാവിയാണ്. സിനിമ ഇപ്പോഴത്തെ ഇടദിവസങ്ങളിൽ പോലും വമ്പൻ കളക്ഷൻ നേരിടുത്ത് മുന്നേറുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 485 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ നിസ്സാരമായിട്ട് സിനിമ 500 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് ഈ ഫെബ്രുവരി മാസം 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ തണ്ടൽ എന്ന തെലുഗു സിനിമയുടെ കളക്ഷൻ ഇന്ന് സിനിമയുടെ OTT അപ്ഡേറ്റും നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. 70 കോടി ബ്രേക്ക് ഈവൻ ഗ്രോസ് കളക്ഷൻ ലക്ഷ്യമിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ 90 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെടില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഡ്രാഗൺ എന്ന സിനിമ ആദ്യ തിങ്കളാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ മുന്നേറുന്നു. ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 57 കോടി 50 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 60 കോടി കളക്ഷൻ കിടക്കുന്ന സിനിമ ഇനിയും നല്ല കളക്ഷൻ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ബ്രോമാൻസ് എന്ന സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടാണ്. സിനിമയ്ക്ക് ഇന്നൊരൽപ്പം കളക്ഷൻ വർധന വന്നിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 11 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലത്തേതുപോലെ ഇന്നും സിനിമയ്ക്ക് 20 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 9 കോടിയിലേക്ക് അടുക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. ബ്രോമാൻസ് എന്ന സിനിമയ്ക്ക് താഴെയാണ് ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിൽ പരമാണ് ഗെറ്റ് സെറ്റ് ബേബി കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലത്തേതുപോലെ ഇന്നും കേരളത്തിൽ 15 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെയെങ്കിലും 2 കോടി കളക്ഷൻ കിടക്കുമോ എന്നത് സംശയകരമാണ്. എന്തായാലും കാത്തിരിക്കൂ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഫൈനൽ വരെയുള്ള കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.